നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാനാകാത്തതിന്റെ ആഘാതത്തിൽ നിന്നും LDFന്റെ അണികൾക്ക് ഇതേവരെ മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റുമാനൂരിൽ VN വാസവൻ 20,000-ഓളം വോട്ടിന് തോറ്റത് എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു. ആഘോഷത്തോടെ ആനയിച്ച് ആവശ്യത്തിലേറെ പരിഗണന നൽകിയ കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റ സീറ്റിൽ പോലും ജയിക്കാനായില്ല. എന്തിന് അടുത്ത കാലത്തൊന്നും CPI-ക്കാരെ അല്ലാതെ മറ്റാരെയും ജയിപ്പിക്കാത്ത വൈക്കവും കൈവിട്ടു. ഇതൊക്കെയായിട്ടും പരാജയത്തെപ്പറ്റി പഠിക്കുമെന്ന് മാത്രം ആവർത്തിച്ചു പറയുന്ന സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് CPM-ൽ രോഷം പുകയുകയാണ്. 9-ൽ 5 സീറ്റ് കൈവശമുണ്ടായിരുന്ന ജില്ലയിൽ മുന്നണി വട്ടപൂജ്യമായിട്ടും നേതൃത്വം വരട്ടുവാദത്തിൽ അഭിരമിക്കുകയാണെന്ന് അണികൾ രോഷം കൊള്ളുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റമ്പിയപ്പോഴും പഠിക്കും തിരുത്തും എന്ന് യാന്ത്രികമായി പറഞ്ഞുകൊണ്ടിരുന്ന നേതൃത്വം ഇപ്പോഴും അതുതന്നെ ആവർത്തിക്കുന്നു. മറുവശത്ത് തോൽവിയുടെ കാരണങ്ങളെ സ്വയം വിമർശനപരമായി വിലയിരുത്താതെ പഴി മറ്റാരിലൊക്കെയോ ചാരുന്നു. ഏറ്റവും ഒടുവിലായി തിരുത്താൻ അല്പവും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാനമാകെ ആഞ്ഞുവീശിയ LDF വിരുദ്ധ വികാരത്തിനൊപ്പം CPM ജില്ലയിൽ തുടർന്നു പോരുന്ന ചില നിലപാടുകൾ പരാജയത്തിന് ആക്കം കൂട്ടിയെന്ന് അണികൾ കരുതുന്നു. പാർട്ടിയുടെ ജനകീയ മുഖങ്ങളായ സുരേഷ് കുറുപ്പിനെയും PK ഹരികുമാറിനെയും പോലെയുള്ളവർ അവഗണിക്കപ്പെട്ടത് പാർട്ടിക്ക് തിരിച്ചടിക്ക് കാരണമായെന്ന് വലിയൊരു വിഭാഗം പ്രവർത്തകരും അനുഭാവികളും കരുതുന്നു. ജനങ്ങളുമായി ഏറെയൊന്നും ബന്ധമില്ലാത്ത ദന്തഗോപുരവാസികളാണ് അടുത്ത കാലത്തായി പാർട്ടിയെ നയിക്കുന്നതും തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്നതും. VN വാസവൻ ഒഴികെ CPM-ന് ജില്ലയിൽ ഒരു ജനകീയ മുഖം ഇല്ലെന്നതും അണികൾ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ പക്വതയും പ്രവർത്തന പാരമ്പര്യവുമുള്ളവരെ ബോധപൂർവം ഒഴിവാക്കിയതാണ് ഈ പതനത്തിലേക്ക് നയിച്ചതെന്നും പാർട്ടി പ്രവർത്തകർ കരുതുന്നു. ജില്ലയിൽ മുന്നണിയുടെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്കാകുലരാണ് അണികൾ. ക്രൈസ്തവ ന്യൂനപക്ഷം മുന്നണിയിൽ നിന്നും അകന്നു നിന്നു. ഹൈന്ദവ വോട്ടുകളിൽ BJP കടന്നുകയറുന്നു. തോൽവിക്ക് തൊട്ടുപിന്നാലെ CPM-നെ രൂക്ഷമായി കുറ്റപ്പെടുത്തിയ കേരള കോൺഗ്രസും എന്നാണ് മുന്നണി വിടുകയെന്ന് പറയാനാവില്ല. തൊലിപ്പുറമേയുള്ള ചികിത്സ കൊണ്ടൊന്നും ഭേദമാവാത്ത വിധം രൂക്ഷമാണ് മുന്നണിയെ പ്രത്യേകിച്ച് CPM-നെ ബാധിച്ച വ്യാധി. അതിന് ആഴത്തിലുള്ള ശസ്ത്രക്രിയ തന്നെ വേണം. എന്നാൽ പ്രതിസന്ധിയുടെ ആഴം കാണാനാവാത്ത വിധം തിമിരം ബാധിച്ചിരിക്കുന്നു നേതൃത്വത്തിന് എന്ന് അണികൾ കുറ്റപ്പെടുത്തുന്നു. അന്ധത ആപത്തിലേക്കാണ് നയിക്കുന്നതെന്നും അവർ ഭയക്കുന്നു. ന്യൂസ് ഡെസ്ക്, ക്യാബിനറ്റ് ന്യൂസ്.